100 അല്ല, 200 അല്ല, 300 അല്ല, അതുക്കും മേലെ. കൽക്കി യൂണിവേഴ്സിന്റെ വിളയാട്ടമാണ് ബോക്സ് ഓഫീസിലാകെ. തെന്നിന്ത്യൻ മണ്ണിൽ നിന്നും ബാഹുബലിയും KGF-ഉം RRR-ഉം ഒക്കെ തിരികൊളുത്തിയിട്ട കളക്ഷൻ റെക്കോർഡുകൾ കൽക്കി എത്ര വേഗത്തിൽ മറികടക്കുന്നുവെന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ. നാഗശ്വിന്റെ സംവിധാനത്തിൽ ജൂൺ 27-ന് പ്രദർശനത്തിനെത്തിയ കൽക്കിയുടെ ആഗോള ബോക്സ് ഓഫീസ് കളക്ഷൻ ട്രാക്കർമാരുടെ കണക്കനുസരിച്ച് 350 കോടിയും കടന്ന് മുന്നോട്ട് പോവുകയാണ്. ട്രാക്കിംഗ് റിപ്പോർട്ട് അനുസരിച്ച് റിലീസിനെത്തി 3 ദിവസം പിന്നിടുമ്പോൾ ഇന്ത്യയിൽ നിന്ന് മാത്രമായി 220 കോടിയാണ് കൽക്കി 2898 AD നേടിയിട്ടുള്ളത്. കൽക്കിക്ക് ഏറ്റവും അധികം കളക്ഷൻ വന്നിരിക്കുന്നത് തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്നാണ്. ട്രാക്കിംഗ് സൈറ്റുകളുടെ റിപ്പോർട്ട് അനുസരിച്ച് 3 ദിവസം പിന്നിടുമ്പോൾ 126.9 കോടിയാണ് തെലുങ്കിൽ നിന്ന് ചിത്രം നെറ്റ് കളക്ഷനായി നേടിയത്. ഹിന്ദിയിൽ നിന്ന് 85 കോടിയും തമിഴിൽ 14.7 കോടിയും കൽക്കി സ്വന്തമാക്കി. ഇതര ഭാഷാ ചിത്രങ്ങളെ ഇരുകയും നീട്ടി സ്വീകരിക്കുന്ന മലയാളി പ്രേക്ഷകരും കൽക്കി സ്വീകരിച്ചു എന്നാണ് കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കേരളത്തിലെ 285 സ്ക്രീനുകളിലാണ് കൽക്കി റിലീസിനെത്തിയത്. ദുൽഖർ സൽമാന്റെ ഉടമസ്ഥയിലുള്ള വേഫെയർ ഫിലിംസ് ആണ് ചിത്രം കേരളത്തിൽ വിതരണം ചെയ്യുന്നത്. ചിത്രത്തിൽ അതിഥി താരമായി ദുൽഖറും എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ഡേ കളക്ഷനായി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 2.85 കോടിയെ നേടിയ ചിത്രം 3 ദിവസം പിന്നിടുമ്പോൾ 8.7 കോടിയാണ് കളക്ഷനായി തൂക്കിയത്. ഓവർസീസിലും മികച്ച കളക്ഷനാണ് കൽക്കിയുടേത്. നോർത്ത് അമേരിക്കൻ കളക്ഷനിൽ പ്രഭാസിന്റെ മുൻ സിനിമയായ സലാറിന്റെ ഓൾ ടൈം കളക്ഷനും തൂക്കിയാണ് കൽക്കി മുന്നേറുന്നത്. ഇതിനകം തന്നെ $9.4 മില്യൺ സിനിമ കൈപ്പിടിയിലാക്കിയത്. നിർമ്മാതാക്കൾ പുറത്തുവിട്ട കണക്കനുസരിച്ച് കൽക്കി ഓപ്പണിംഗ് ഡേ കളക്ഷനായി ആഗോള ബോക്സ് ഓഫീസിൽ 191.5 കോടിയാണ് നേടിയത്. ഇതോടെ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ഓപ്പണർ ആയിരിക്കുകയാണ് ചിത്രം. 223.5 കോടി നേടിയ RRR-ഉം 214.5 കോടി നേടിയ ബാഹുബലി 2-വുമാണ് ആദ്യ 2 സ്ഥാനങ്ങളിൽ. കൽക്കി 2898 AD 3 ദിവസത്തെ ഗ്രോസ് കളക്ഷനായി 415 കോടി നേടിയെന്നും നിർമ്മാതാക്കൾ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. ടിക്കറ്റ് ബുക്കിംഗ് സൈറ്റായ ബുക്ക് മൈ ഷോയിലും റെക്കോർഡ് ഇട്ടിരിക്കുകയാണ് കൽക്കി 2898 AD. ചൂടപ്പം പോലെയാണ് ടിക്കറ്റുകൾ വിറ്റഴിയുന്നത്. 1 മണിക്കൂറിനുള്ളിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റുപോയ ഇന്ത്യൻ സിനിമ എന്ന റെക്കോർഡാണ് കൽക്കി ഇപ്പോൾ തൂക്കിയത്. 95.4K ടിക്കറ്റാണ് 1 മണിക്കൂറിൽ സോൾഡ് ഔട്ട് ആയത്. ജവാൻ സിനിമയുടെ 86K, ലുയയുടെ 83K എന്നീ റെക്കോർഡുകളാണ് കൽക്കി പഴങ്കഥയാക്കിയത്. പ്രേക്ഷകരും സിനിമാ പ്രവർത്തകരും നിരൂപകരും ഒരുപോലെ ചിത്രത്തെ പ്രശംസിച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണ്. ഇപ്പോഴത്തെ തെലുങ്ക് സൂപ്പർ താരം അല്ലു അർജുനും കൽക്കിയെ പ്രകീർത്തിച്ചുകൊണ്ട് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. അതിഗംഭീര ദൃശ്യവിസ്മയമാണ് കൽക്കി എന്ന് പറഞ്ഞ താരം ചിത്രത്തിലെ പ്രധാന താരങ്ങളായ പ്രഭാസ്, അമിതാഭ് ബച്ചൻ, കമൽ ഹാസൻ, ദീപിക പദുക്കോൺ, ദിശ പട്ടാനി എന്നിവരെയും അണിയറ പ്രവർത്തകരെയും സംവിധായകരെയും പ്രശംസിച്ചു. ആഗോള നിലവാരത്തിലുള്ള ചിത്രമാണ് കൽക്കി എന്നും അല്ലു അർജുൻ പറഞ്ഞു. അതേസമയം എപ്പിക് സയൻസ് ഫിക്ഷൻ സിനിമയായ കൽക്കിക്ക് മികച്ച പോസിറ്റീവ് മൗത്ത് പബ്ലിസിറ്റിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഗ്രാഫിക്സ് ഇത്രയും വൃത്തിയായിട്ട് ഒരു ഇന്ത്യൻ പടം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സംശയമാണ്. പ്രഭാസിന്റെ 1 മാൻ ഷോ അല്ലെങ്കിൽ നമ്മളെ നോർമൽ തെലുങ്ക് പടം അങ്ങനെയല്ല, എല്ലാവർക്കും ഇൻഡിവിജ്വലി ഈക്വൽ റോൾ ഉണ്ട്. അമിതാഭ് ബച്ചൻ മുതൽ ദുൽഖർ വരെ തകർത്ത് വാരിപടം. ഫസ്റ്റ് ഹാഫ് നിങ്ങൾ ലോ ആയിട്ട് തോന്നുമെങ്കിൽ പേടിക്കേണ്ട. സെക്കൻഡ് ഹാഫിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. നീണ്ട ഫൈറ്റുകൾ, അതിഗംഭീരമായ വിഷ്വൽസ്, ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ മൂവിയാണ് കൽക്കി. മറ്റേ ആദ്യ പുരുഷക്ക് 650 കോടി 700 കോടിയൊക്കെ ചിലവാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അതിനകത്ത് കാണിച്ചു വെച്ചേക്കുന്ന കാണുമ്പോൾ നമുക്ക് ഈ പടത്തിനെ പൂട്ട് പൂജിക്കാൻ തോന്നും. എല്ലാ നടന്മാരും ഒന്നിനൊന്നിന് മെച്ചമാണ്. നമുക്കത് ഒരു വാക്കിൽ പറഞ്ഞു തീർക്കാൻ പറ്റില്ല. ഒരു ദൃശ്യ വിസ്മയം തന്നെയാണ്. പ്രേക്ഷകരുടെ മികച്ച അഭിപ്രായങ്ങൾ വന്നതോടെ വാരാന്ത്യത്തിൽ ചിത്രം വൻ നേട്ടമുണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ. ആദ്യ വാരാന്ത്യം പിന്നിടുമ്പോൾ തന്നെ കൽക്കി 500 കോടി കടക്കുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ സിനിമയിൽ അടുത്ത 1000 കോടിയിലേക്കുള്ള ഓട്ടത്തിലാണ് കൽക്കി എന്ന് വേണം പറയാൻ.